നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 4 ഗുണന സമവാക്യങ്ങളായിരുന്നു നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വ്യത്യാസ ഗുണനായിരുന്നു. അഥവാ നമ്മൾ ചെയ്തത് 49 ആണെങ്കിൽ 50 കുറക്കണം ഒന്നാക്കിയിട്ട് അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 29 ഗുണിക്കണം 49 ആണെങ്കിൽ 30 കുറക്കണം 1 ഗുണിക്കണം 50 കുറക്കണം 1 രീതിയിലായിരുന്നു ചെയ്തത്. നമ്മൾ ആദ്യം ചെയ്തത് തുകയുടെ ഗുണനം ആയിരുന്നു. അഥവാ 31 ഗുണിക്കണം 51 ആണെങ്കിൽ അല്ലെ 30 കൂട്ടണം 1 ഗുണിക്കണം 50 കൂട്ടണം 1 എന്ന രീതിയിലായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുകയും വ്യത്യാസവും ചേർന്നിട്ടുള്ള ഗുണിക്കുന്ന രീതിയാണ്. അപ്പൊ തുകയും വ്യത്യാസവുമാണ്, രണ്ടും ചേരാൻ പോവുകയാണ്. ആദ്യം പഠിച്ചത് തുക മാത്രമായിരുന്നു, രണ്ടാമത്തത് വ്യത്യാസം മാത്രമായിരുന്നു. ഇത് രണ്ടും ചേർന്നിട്ടാണ് നമ്മൾ ഈ സെക്ഷനിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തതിലേക്ക് നോക്കാം. 14 ഗുണിക്കണം 59. 14 ഗുണിക്കണം 59. അപ്പൊ 14 എങ്ങനെ കൂട്ടിയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. 10 കൂടി 4 കൂട്ടിയാൽ 14 അല്ലേ. 59 എങ്ങനെ മാറ്റി എഴുതാം അല്ലെ. 60 കുറക്കണം 1 ആക്കി എഴുതാം, അല്ലെങ്കിൽ 50 കൂട്ടണം 9 ആക്കി എഴുതാം. പക്ഷെ നമുക്ക് തുകയും വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 60 കുറക്കണം 1 ആക്കിയത്. അപ്പൊ എങ്ങനെ മാറ്റി എഴുതി? 14 ഗുണിക്കണം 59 സമം 10 കൂട്ടണം 4 60 കുറക്കണം 1. ഇങ്ങനെ ഗുണിക്കുക അല്ലെ. 10 into 60, 10 into 60, 10 into 1, 10 into 1 കൂട്ടണം അല്ലെ. പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ്. ഇനി 4 into 60, 4 into 60 പ്ലസ് ഇൻറ്റു പ്ലസ്, പ്ലസ് ഉണ്ട്. 4 into 1, 4 into 1 പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ്. അപ്പൊ എന്ത് കിട്ടി അല്ലെ. 600 10 240 മൈനസ് 4. പ്ലസിലതൊക്കെ മാത്രം കൂട്ടുക. 6 കൂടി 240 കൂട്ടിയാൽ 840. 10 കൂടി 4 കൂട്ടിയാൽ മൈനസ് 14. കുറച്ച് കഴിഞ്ഞാൽ 826. അല്ല കിട്ടുക 840 നിന്ന് 14 കുറക്കുക 6 അല്ലെ 2 8. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി. അപ്പൊ നമുക്കത് ജനറൽ ആയിട്ട് വേണമെങ്കിൽ പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? x, y, u എന്ന ഏത് 4 അതിസംഖ്യ എടുത്താലും x > v ആണെങ്കിൽ x plus y into u minus v സമം xu കുറക്കണം xv plus yu കുറക്കണം yv ആണെന്ന് പറയാൻ പറ്റി. ഇനി അടുത്ത 52 ഗുണിക്കണം 19. എങ്ങനെ 52 എങ്ങനെ മാറ്റി എഴുതാം? 52 50 കൂട്ടണം 2. 19 എങ്ങനെ മാറ്റി എഴുതാം? 20 കുറക്കണം 1. അപ്പൊ 52 ഗുണിക്കണം 19 എന്ന് പറഞ്ഞാൽ 50 കൂട്ടണം 2, 20 കുറക്കണം 1. ഇനി എന്താ? 50 into 20, 50 into 20, 50 into 1 അല്ലെ. 50 into 1 അപ്പൊ പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ്. 2 into 20 പ്ലസ് ഇൻറ്റു പ്ലസ്, പ്ലസ് തന്നെ. 2 into 1, 2 into 1 പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ്. 50 into 20 എന്ന് പറഞ്ഞാൽ 1000. 50 into 1 ആണ് 50. 2 into 20 എന്ന് പറഞ്ഞാൽ 40. 2 into 1 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 1000 കൂടി 40 കൂട്ടിയാൽ 1040. 50 കൂടി 2 കൂട്ടിയാൽ 52. കുറച്ച് കഴിഞ്ഞാൽ 9 8 8. അപ്പൊ എങ്ങനെ കുറച്ചത്? 1040 നിന്ന് 52 കുറക്കുക. ഇത് 10, ഇത് 3, 13 ആയി. അപ്പൊ ഇത് 9 ആയി. അപ്പൊ എത്രയായി? 8 8 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 101 ഗുണിക്കണം 48. അപ്പൊ 101 എങ്ങനെ മാറ്റി എഴുതാം? 100 കൂട്ടണം 1. 48 എങ്ങനെ മാറ്റി എഴുതാം? 50 കുറക്കണം 2. അപ്പൊ 101 ഗുണിക്കണം 48 സമം അല്ലെ 100 കൂട്ടണം 1, 50 കുറക്കണം 2. അപ്പൊ 100 ഗുണിക്കണം 50 എഴുതി. പിന്നെ 100 ഗുണിക്കണം 2, 100 ഗുണിക്കണം 2 പ്ലസ് ഇൻറ്റു മൈനസ്, മൈനസ്. 1 ഗുണിക്കണം 50.
അപ്പൊ എന്തായി പ്ലസ് 1 ഗുണിക്കണം 2 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പൊ എത്രയായി 5 2 0 0. ഇവിടെ എത്രയായി 200. ഇവിടെ എത്രയായി 50. ഇവിടെ എത്രയായി 2 ആയി. അപ്പൊ 5000 കൂടി 50 കൂട്ടിയാൽ 5050. 200 കൂടി 2 കൂട്ടിയാൽ 202. കുറച്ച് കഴിഞ്ഞാൽ 4848 ആണ് വരുന്നത്. കുറച്ച് നോക്കാം. 50 കുറക്കണം 0 2 2. ഇത് 10 ആയി അല്ലെ, ഇത് 4 ആയി, ഇത് 10 ആയി, ഇത് 4 ആയി. അപ്പൊ ഇത് എത്രയായി 8 4. ഇത് 8 4. 48 48. ക്ലിയർ ആയല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 97 ഗുണിക്കണം 102. 97 എങ്ങനെ മാറ്റി എഴുതാം? 100 കുറക്കണം 3. 102 എങ്ങനെ മാറ്റി എഴുതാം? 100 കൂട്ടണം ആരാണ് 2 ആക്കിയത്. അപ്പൊ എന്താക്കി? 97 ഗുണിക്കണം 102. 100 കുറക്കണം 3. 100 കൂട്ടണം 2. അപ്പൊ എങ്ങനെ മാറ്റി? ഗുണിക്കണം 100 ഇൻറ്റു 100 അല്ലെ, 100 ഇൻറ്റു 100. അടുത്ത് 100 ഇൻറ്റു 2 അല്ലെ, 100 ഇൻറ്റു 2. ഇനി അല്ലെ 3 ഇൻറ്റു 100 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. ഇനി 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. 1 0 4 0 ഇട്ടു പ്ലസ് 200 ഇട്ടു മൈനസ് 300 ഇട്ടു മൈനസ് 6 ഇട്ടു. അപ്പൊ കൂട്ടുക 1 0 2 0 0. ഇത് 306 സമം 10 2 0 0 കുറക്കണം 306. ഇത് 10. ഇത് എത്രയാണ്? 9. ഇത് എത്രയായി അല്ലെ? 1 ആയി. അപ്പൊ കുറക്കുക. അപ്പൊ എന്താ ഇത് അല്ലെ 4. ഇത് എത്രയായി? 9. ഇവിടെ നിന്ന് പോലെ അപ്പൊ കടക്കുമ്പോ ഇവിടെ 11 ആയി, ഇത് 9 ആയി. അപ്പൊ എത്രയായി അല്ലെ? 8 ആയി മാറി. പിന്നെ ഇത് 9 ആയി. അപ്പൊ 9 8 9 4 ആണ് ആൻസർ വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്ത പോകുന്നത് 8 ഇൻറ്റു 5 ചെയ്യാൻ പോകുന്നത്. അപ്പൊ 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. ശ്രദ്ധിക്കണേ, ഇതുവരെ നമ്മൾ പഠിച്ചത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച് ഗുണനം ആയിരുന്നു. ഈ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 40. ഞാൻ 8ന്റെ കൂടി 1 കൂട്ടുകയാണ് വിചാരിക്കുക. അതേപോലെ 5 കൂടി 1 കുറക്കുക. എന്താ ചെയ്തത്? ഇതിന്റെ വലിയ സംഖ്യയായ 8ന് കൂടി 1 കൂട്ടി, ഇതിലെ ചെറിയ സംഖ്യ 5ന് കൂടി 1 കുറച്ചു എന്നിട്ട് ഗുണിക്കുകയാണെങ്കിൽ 8 കൂടി 1 കൂട്ടിയാൽ 9, 5 കൂടി 1 കുറച്ചാൽ 4. 9 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 36. എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ കൂടി 1 കൂട്ടുകയും ചെറിയ സംഖ്യ കൂടി 1 കുറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണനഫലം ആദ്യത്തെ സംഖ്യയേക്കാൾ കുറവാണ് വരുന്നത്. കാരണം 40 ഇവിടെ എത്രയായി? 36 ആയി. ഈ തിരിച്ചു നോക്കാം. വലിയ സംഖ്യ കൂടി 1 കുറക്കുകയും ചെറിയ സംഖ്യ 5 കൂടി 1 കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണനഫലം എത്ര വരിക? 7 ഗുണിക്കണം 6 അല്ലെ, 7 ഇൻറ്റു 6 42. അപ്പൊ എന്താ വരുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. എന്താ അവിടെ ഞാൻ രണ്ടും കാട്ടിക്കൂട്ടിയത്? 8 ഇൻറ്റു 5 സമം 40 എന്ന് എഴുതി. ഇതിലെ വലിയ സംഖ്യ 8നേക്കാൾ 1 കൂട്ടുകയും ചെറിയ സംഖ്യയുടെ 1നേക്കാൾ കുറവുകയും ചെയ്ത് ഗുണനഫലം കിട്ടിയ സംഖ്യ ആദ്യം ചെയ്ത സംഖ്യയേക്കാൾ കുറവാണ് എന്നത്. അല്ലെ 40 ഇത് എത്രയായി? 36 ആയി. അതേ സ്ഥാനത്ത് വലിയ സംഖ്യയുടെ 1 കുറക്കുകയും ചെറിയ സംഖ്യ കൂടി 1 കൂട്ടുകയും ചെയ്തപ്പോൾ സംഖ്യ എത്രയായി? കൂടുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. എന്താണ് ചെയ്തത്? നമ്മള് വലിയ സംഖ്യ 1 കൂട്ടുകയും ചെറിയ സംഖ്യ 1 കുറക്കുകയും ചെയ്തപ്പോൾ ഗുണനഫലം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. ഇനി രണ്ടാമത്തെ എന്ത് ചെയ്തത്? വലിയ സംഖ്യ 1 കുറക്കുകയും ചെറിയ സംഖ്യ 1 കൂട്ടുകയും ചെയ്തപ്പോൾ ഗുണനഫലം എന്താണ്? കൂടുകയും ചെയ്യുന്നു. ഇത് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു പൊതുവായ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പോവുകയാണ്. അപ്പൊ 8ന് പകരം ഞാൻ എന്താ കൊടുക്കുകയാണ്? ഈ x എന്ന് കൊടുക്കുകയാണ്. വലിയ സംഖ്യയെ x എന്ന് കൊടുത്തു, ചെറിയ സംഖ്യയെ y എന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? വലിയ സംഖ്യ x എന്നും ചെറിയ സംഖ്യ y എന്ന് എടുക്കാം. വലിയ സംഖ്യ 1 കൂട്ടി ചെറിയ സംഖ്യ 1 കുറച്ചാൽ ഗുണനഫലം എങ്ങനെ വരും? അല്ലെ,
നമുക്ക് എക്സ് വൈ കുറക്കണം എക്സ് കൂട്ടണം y -1. നമ്മൾ ആദ്യം പഠിച്ചത് നമ്മൾ തൊട്ട് മുമ്പത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എന്ത് ചെയ്യാണ്, വലിയ സംഖ്യ ഒന്ന് കുറച്ച് ചെറിയ സംഖ്യ ഒന്ന് കൂട്ടി ചെയ്താൽ ഗുണനഫലം ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. അപ്പൊ ഗുണനഫലം ഇങ്ങനെയാണ് വരിക. അപ്പൊ ആദ്യം ചെയ്തപ്പോ എന്ത് കിട്ടും നമുക്ക് അല്ലെ, കൂടുന്നു കുറയുന്നു എന്ന രീതിയിൽ കിട്ടി. ഇതിനെന്താക്കി ഞാൻ ഒരു പൊതുവായ രൂപത്തിലേക്ക് മാറ്റി, അഥവാ ആ ബീജഗണിത രൂപത്തിലേക്ക് മാറ്റി എഴുതി, അത് പൊതുരൂപമാക്കി ഞാൻ മാറ്റി എഴുതി. ക്ലിയർ ആയല്ലോ. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 82 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 713 വ്യത്യാസം 8 വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടിയതും ചെറിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വലിയ സംഖ്യയിൽ ഒന്ന് കുറച്ചതും ചെറിയ സംഖ്യയുടെ ഒന്ന് കൂട്ടിയതും തമ്മിലുള്ള ഗുണനഫലം എന്താണ്? അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ രണ്ട് സംഖ്യകൾ എന്ന് പറഞ്ഞു, അതിൽ വലിയ സംഖ്യയുണ്ട് ചെറിയ സംഖ്യയുണ്ട് അല്ലെ, വലിയ സംഖ്യയുണ്ട് ചെറിയ സംഖ്യയുണ്ട്. അപ്പൊ വലിയ സംഖ്യയെ ഞാൻ എക്സ് എന്നും ചെറിയ സംഖ്യയെ വൈ എന്നും എടുത്തു. അപ്പൊ ഗുണനഫലം 713 എന്ന് പറഞ്ഞാൽ എക്സ് വൈ എത്രയാണ്? 713. വ്യത്യാസം എത്രയാണ്? 8. എക്സ് കുറക്കണം വൈ എന്ന് പറഞ്ഞാൽ 8. അപ്പൊ ഒന്നാമത്തെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? വലിയ സംഖ്യയോട് ഒന്ന് കൂട്ടിയതും, ഇവിടെ വലിയ സംഖ്യ എന്ന് പറഞ്ഞ ആരാ? എക്സ് ആണ്. അതുകൂടി ആര് കൂട്ടുക? ഒന്ന് കൂട്ടുക, എക്സ് പ്ലസ് 1. ഇനി അടുത്തെന്താ? ചെറിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതും, ചെറിയ സംഖ്യ ആരാ? വൈ. വൈ കുറക്കണം 1, കുറച്ചു. പിന്നെന്താ? ഗുണനഫലം കണ്ടുപിടിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗുണനഫലം എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ ആരാണ്? നമ്മൾ എക്സും ചെറിയ സംഖ്യ എന്ന് അല്ലെ വൈയും ആണ്. അപ്പൊ വലിയ സംഖ്യയുടെ ഒന്ന് കൂട്ടിയതും ചെറിയ സംഖ്യയുടെ ഒന്ന് കുറച്ചുമായിട്ടുള്ള ഗുണനഫലമാണ്. അപ്പൊ വലിയ സംഖ്യ കൂടി എക്സ് പ്ലസ് 1ഉം ചെറിയ സംഖ്യയുടെ y - 1 തമ്മിൽ ഗുണിക്കുക. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ. അടുത്തത് എക്സ് ഇൻറ്റു 1 അല്ലെ, എക്സ് ഇൻറ്റു 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു 1 അല്ലെ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പൊ എന്ത് കിട്ടി? എക്സ് വൈ കുറക്കണം എക്സ് കൂട്ടണം വൈ കുറക്കണം 1. അപ്പൊ നമ്മളിവിടെ കണ്ടെത്തിയിരുന്നു എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഗുണനഫലം എന്ന് പറഞ്ഞാൽ 711 വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. അപ്പൊ ഇവിടെ ഒരു മൈനസിന്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് അല്ലെ. നമുക്ക് എക്സ് മൈനസ് വൈ ആണ്. അപ്പൊ ഇതിനൊരു മൈനസ് പുറത്തേക്ക് എടുത്താൽ എക്സ് മൈനസ് വൈ ആയി മാറും, നേരെ തിരിച്ചു വരും. എന്താ ചെയ്തത്? ഞാന് മൈനസ് എക്സ് പ്ലസ് വൈയിൽ നിന്ന് ഒരു മൈനസിനെ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ മൈനസ് പുറത്തിടുമ്പോ മൈനസ് ആയി. അപ്പൊ എന്തായി? പിന്നെ ഇവിടെ പ്ലസ് ആണ്, മൈനസിനെ പുറത്തേക്ക് എടുത്തു, മൈനസ് വൈ. ഒന്ന് ഗുണിച്ചു നോക്കാം. അപ്പൊ പൊടുത്തം കിട്ടാത്തൊരവസ്ഥയാണ് ഇത് വരുന്നുണ്ടാകുക. അപ്പൊ ഇവിടെ നോക്കാം, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഇപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ഈ സാധനം. അപ്പൊ മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ മൈനസിനെയാണ് പുറത്തേക്ക് എടുത്തത്. ഇപ്പൊ മൈനസ് ഇവിടെ പുറത്തേക്ക് ഇട്ടു. അപ്പൊ ഇവിടെ മൈനസിന് പോയി കിട്ടി. ഇവിടെ മൈനസ് ഇല്ല അല്ലെ. അപ്പൊ മൈനസിന് വേണ്ടി കൊണ്ടുവരാൻ എന്ത് മാർഗമുള്ളൂ? ഇവിടെ ഒരു മൈനസ് ഇട്ടാൽ മതി. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ. ഇത് എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 713, ഇത് എന്ന് പറഞ്ഞാൽ 8 കുറക്കണം 1. അപ്പൊ 713 9 കുറക്കുക, എത്ര കിട്ടി? 704 ആൻസർ വരുന്നത്. അപ്പൊ 713 കുറക്കണം എത്രയാണ് അല്ലെ, 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയത് അല്ലെ? 704 വരുന്നത്. ഇതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വലിയ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചതും ചെറിയ സംഖ്യയുടെ ഒന്ന് കൂട്ടിയതും തമ്മിലുള്ള ഗുണനഫലം എന്താ? അപ്പൊ വലിയ സംഖ്യയുടെ ഒന്ന് കുറച്ചത് എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യ നമ്മൾ എക്സ് എടുത്തിക്കണേ. അപ്പൊ എക്സ് കുറക്കണം 1. ഇനി ചെറിയ സംഖ്യ വൈ ആണ്, അതുകൂടി ഒന്ന് കൂട്ടും എന്ന് പറഞ്ഞാൽ വൈ കൂട്ടണം 1. ഇനി അതിന്റെ തമ്മിലുള്ള ഗുണനഫലം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നേരത്തെ ചെയ്ത പോലെ എക്സ് കുറക്കണം 1
y കൂട്ടണം 1. x കൂടി y ഗുണിക്കുക, അപ്പൊ എന്താവും എക്സ് വൈ. എക്സ് കൂടി 1 ഗുണിക്കുക, അപ്പൊ എന്താവും 1 ഗുണിക്കണം എക്സ്. ഇനി 1 കൂടി y ഗുണിക്കുക, 1 ഗുണിക്കണം y. അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. ഇനി 1 ഗുണിക്കണം 1, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. അപ്പൊ എക്സ് വൈ കൂട്ടണം എക്സ് കുറക്കണം y കുറക്കണം 1. നമുക്കറിയാം എക്സ് വൈ എന്ന് പറഞ്ഞാൽ 713 ആണ്. എക്സ് കുറക്കണം y എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ സമം എക്സ് വൈ എന്ന് പറഞ്ഞാൽ 713 കൂട്ടണം എക്സ് കുറക്കണം y എന്ന് പറഞ്ഞാൽ 8 കുറക്കണം 1. അപ്പൊ 713 കൂടി 8 കൂട്ടിയാൽ 721 കുറക്കണം 1. അപ്പൊ 721 കൂടി 1 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 720 ആണ് കിട്ടുന്നത്. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് സംഖ്യകളിൽ വലുതിനോട് 1 കൂട്ടിയതും ചെറുതിൽ നിന്ന് 1 കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം സംഖ്യയുടെ ഗുണനഫലത്തെക്കാൾ 5 കുറവാണ്. വലുതിൽ നിന്ന് 1 കുറച്ച് ചെറുതിനോട് 1 കൂട്ടി ഗുണിച്ചാൽ ഗുണനഫലം സംഖ്യയുടെ ഗുണനഫലത്തെക്കാൾ എത്ര കൂടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. രണ്ട് സംഖ്യകൾ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? ആ രണ്ട് സംഖ്യകൾ ആരൊക്കെയാണ്? ചെറുതും വലുതും ഉണ്ടെന്ന് പറഞ്ഞു. വലിയ സംഖ്യയെ എക്സ് എന്ന് കൊടുത്തു, ചെറിയ സംഖ്യയെ വൈയും കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? വലിയ സംഖ്യയോട് 1 കൂട്ടിയത് എന്ന് പറഞ്ഞത്. അപ്പൊ വലിയ സംഖ്യ ഇവിടെ എക്സ് ആയതുകൊണ്ട് എക്സ് കൂട്ടണം 1. ചെറിയ സംഖ്യയോട് 1 കുറച്ചത് എന്നാ പറഞ്ഞത്. അപ്പൊ എന്താവും? ചെറിയ സംഖ്യ y ആണ്, y കുറക്കണം 1. ഇനി അടുത്ത നമ്മൾ വരി പറയുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അത്രയും നമ്മൾ കഴിഞ്ഞു. രണ്ട് സംഖ്യകളിൽ വലുതിനോട് 1 കൂട്ടിയതും ചെറുതിൽ നിന്ന് 1 കുറച്ചുമായ ഗുണനഫലം സംഖ്യയുടെ ഗുണനഫലത്തെക്കാൾ, സംഖ്യ എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? എക്സും വൈ ആണ്. അതിന്റെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എക്സ് വൈ കുറക്കണം 5 ആണെന്ന് പറഞ്ഞത്. അപ്പൊ എക്സ് വൈ കുറക്കണം 5, ഗുണനത്തെ ഫലത്തെക്കാൾ 5 കുറവ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ കുറക്കണം 5. അപ്പൊ എന്ത് വരി നമുക്ക് എഴുതാം? അല്ലെ, രണ്ട് സംഖ്യ വലുതിനോട് 1 കൂട്ടിയതും കുറവും എന്ന് പറയുമ്പോൾ വലുതിന്റെ ഗുണനഫലം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? വലുതിനോട് 1 കൂട്ടിയത് എക്സ് പ്ലസ് 1, ചെറുതിനോട് 1 കുറച്ചത്. അതിന്റെ ഗുണഫലം എന്ത് കുറവാണെന്ന് പറഞ്ഞു? 5 കുറവാണ്. എക്സ് വൈ കുറക്കണം 5 എന്ന് എഴുതാൻ പറ്റി. എക്സ് വൈ കുറക്കണം 5. അപ്പൊ എക്സ് പ്ലസ് 1 ഗുണിക്കണം y മൈനസ് 1 സമം എക്സ് വൈ കുറക്കണം 5. ഇത് നമ്മളൊക്കെ ചെയ്തതാണ് ഈ സ്റ്റെപ്പ്. എന്താണ്? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ്, 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ പ്ലസ് വൈ, 1 ഇൻറ്റു 1 മൈനസ് 1 സമം എക്സ് വൈ കുറക്കണം 5. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ എക്സ് വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ എക്സ് വൈ കുറക്കണം എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ സമം, ഈ മൈനസ് 1നെ സമത്തിന് അപ്പുറം കൊണ്ടുപോയി. അപ്പൊ എന്താവും? പ്ലസ് 1 ആയി. അപ്പൊ പ്ലസ് എക്സ് വൈയും മൈനസ് എക്സ് വൈയും വെട്ടിപ്പോയി. ബാക്കി ആരേ ഉള്ളൂ? മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മൈനസ് 4 ആയി മാറി. ഇനി ചെയ്യാൻ പോകുന്നത്, ഇതിനൊന്ന് ഒരു മൈനസിനെ പുറത്തേക്ക് എടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോറ്റേന്ന് തന്നെയാണ് മൈനസിനൊപ്പം മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ സമം മൈനസ് 4. ഇവിടുത്തെ ഒരു മൈനസും ഇവിടുത്തെ ഒരു മൈനസും വെട്ടിപ്പോയി. എക്സ് മൈനസ് വൈ സമം 4 ആയി വന്നു. അപ്പൊ എക്സ് മൈനസ് വൈ സമം 4. ഞാൻ എന്താ കാട്ടിയത്? ഇവിടെ വരെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടുന്ന് മൈനസിനെ പുറത്തേക്ക് കൊടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തിരുന്നു. മൈനസിനെ പുറത്തേക്ക് കൊടുത്തു. അപ്പൊ എക്സ് മൈനസ് വൈ എന്നായി മാറി. അപ്പൊ പുറത്തൊരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഇവിടുത്തെ ഒരു മൈനസും വെട്ടിപ്പോയി. അപ്പൊ എന്തായി? എക്സ് മൈനസ് വൈ സമം 4. അടുത്തെന്താ ഞാൻ പറയുന്നത്? നമ്മള് വലുത് നിന്ന് 1 കുറച്ച് എന്ന് പറഞ്ഞത്. വലുത് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സ് നിന്ന് 1 കുറച്ചു എക്സ് മൈനസ് 1. ചെറുതിൽ നിന്ന് 1 കൂട്ടി, വൈ ആണ് ചെറുത്, കൂട്ടി. ഇനി എന്താണ്? വലുതിൽ നിന്ന് 1 കുറച്ച് ചെറുതിന് 1 കൂട്ടിന്റെ ഗുണനഫലം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 1 ഗുണിക്കണം വൈ പ്ലസ് 1 ചെയ്യാനാണ്.
അപ്പൊ എക്സ് എ ഇൻറ്റു വൈ എക്സ് വൈ. ഇനി എക്സ് എ ഇൻറ്റു 1 അല്ലെ, എക്സ് എ ഇൻറ്റു 1 1 ഇൻറ്റു വൈ 1 ഇൻറ്റു വൈ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആയി മാറി സമം എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1. അപ്പൊ എക്സ് വൈ കൂട്ടണം എക്സ് മൈനസ് വൈ കുറക്കണം 1. നമുക്കറിയാം എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു. എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? 4 കിട്ടിയത്. അപ്പൊ അത് ഇവിടെ എന്ത് ചെയ്യാ, ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? സമം എക്സ് വൈ കൂട്ടണം അല്ലെ, എന്ത് വന്നു അല്ലെ, 4 കുറക്കണം 1 മാറി സമം എക്സ് വൈ കൂട്ടണം 3. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സംഖ്യയുടെ ഗുണനഫലം എത്ര കൂട്ടണം എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെ. എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ? എത്ര ഗുണനഫലത്താൽ എത്ര കൂട്ടണം എന്നാണ്. എവിടെ ഗുണനഫലം കൂടി എന്ത് കൂട്ടിയിട്ടുണ്ട്? നമ്മള് 3 കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താണ്? 3. ആ സംഖ്യയുടെ ഗുണനഫലത്തെക്കാൾ എത്ര കൂട്ടണം? 3 കൂട്ടണം. അപ്പൊ സംഖ്യയുടെ ഗുണനഫലത്തെക്കാൾ 3 കൂട്ടും എന്നാണ് എഴുതിയത്. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് വലുതിൽ നിന്ന് 1 കുറച്ച് ചെറുതിൽ നിന്ന് 1 കൂട്ടി ചെയ്തു നോക്കി. അപ്പൊ എന്ത് കിട്ടി? എക്സ് വൈ കൂട്ടണം എക്സ് മൈനസ് വൈ കുറക്കണം 1. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 4, 4 1 പോയാൽ 3. അപ്പൊ ഗുണനഫലത്തെക്കാൾ എത്ര കൂട്ടണം എന്ന് ചോദിച്ചത്. അപ്പൊ എത്ര കൂട്ടണം? 3 നമ്മള് കൂട്ടേണ്ടി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? 2 സംഖ്യകളിൽ വലതിനോട് 1 കൂട്ടിയതും ചെറുതിൽ നിന്ന് 1 കുറച്ചതും തമ്മിലുള്ള ഗുണനഫലം 540. വലുതിൽ നിന്ന് 1 കുറച്ചതും ചെറുതിനോട് 1 കൂട്ടിയതും തമ്മിലുള്ള ഗുണനഫലം 560. സംഖ്യയുടെ ഗുണനഫലം എന്താണ്? സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സംഖ്യകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ആദ്യം കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വന്നു അല്ലെ. നമ്മളൊന്ന് വലിയൊരു ഒരു ദിവസം അല്ലെ, ഒരു പീരീഡോളം എടുത്തിരുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് വന്നു. സംഖ്യകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 സംഖ്യകള് വലതിനോട് 1 കൂട്ടിയതും അല്ലെ ചെറുതിൽ നിന്ന് 1 കുറച്ചതുമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2 സംഖ്യകളുണ്ട്. വലിയ സംഖ്യയെ ഞാൻ എന്താക്കി എടുത്തു? എക്സ് ആക്കി എടുത്തു. ചെറിയ സംഖ്യയെ വൈ ആക്കി എടുത്തു. വലുതിനോട് 1 കൂട്ടിയത് എന്നാ പറഞ്ഞത്. വലുത് എക്സ് ആണ്. എക്സ് കൂടി എന്ത് കൂട്ടുക? 1 കൂട്ടുക. എക്സ് കൂട്ടണം 1. ചെറുതിൽ നിന്ന് 1 കുറച്ച്, ചെറുത് എന്ന് പറഞ്ഞാൽ വൈ ആണ്. വൈ നിന്ന് 1 കുറച്ച് വൈ മൈനസ് 1. ഗുണനഫലം എത്രയാണ് പറഞ്ഞത്? 540 എന്ന് പറഞ്ഞാൽ എക്സ് കൂട്ടണം 1 കൂടി വൈ കുറക്കണം 1 കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ 540 പറഞ്ഞിട്ടുള്ളത്. ഇത് ഗുണിക്കുക. അപ്പൊ എന്താ? എക്സ് ഗുണിക്കണം വൈ എക്സ് വൈ. എക്സ് കൂടി മൈനസ് 1 മൈനസ് 1 ഇൻറ്റു എക്സ്. 1 ഇൻറ്റു വൈ എത്രയായി? 1 ഇൻറ്റു വൈ. 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1 സമം 540 അല്ലെ. നമ്മളിത് കുറെ ചെയ്തതാണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ. എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എന്തായി അല്ലെ എക്സ്. അപ്പൊ മൈനസ് എക്സ്. ഇനി 1 ഇൻറ്റു വൈ എന്താണ്? വൈ ആണ്. ഇനി 1 ഗുണിക്കണം 1 1 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അപ്പൊ മൈനസ് 1 സമം 540. ഇതിനെന്ത് കൊടുക്കുക? സമവാക്യം 1 കൊടുക്കുക. ഇനി അടുത്ത വരി നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ, നമ്മൾ പറയണേ വലുതിൽ നിന്ന് 1 കുറച്ചു എന്നാ പറഞ്ഞത്. വലുത് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. എക്സ് 1 കുറച്ചു എക്സ് മൈനസ് 1. അടുത്തെന്താ? ചെറുതിനോട് 1 കൂട്ടി. ചെറുത് ഇവിടെ ആരാ? വൈ ആണ്. വൈ കൂട്ടി വൈ പ്ലസ് 1. പിന്നെ എന്ത് പറഞ്ഞു നമ്മളോട്? ഗുണനഫലം എന്ന് പറഞ്ഞു. ഇതിന്റെ ഗുണനഫലം 560 പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 കൂടി വൈ പ്ലസ് 1 ഗുണിച്ചാൽ എത്ര കിട്ടണം? 560. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ. അടുത്ത് എക്സ് ഇൻറ്റു 1 അല്ലെ, എക്സ് ഇൻറ്റു 1. ഇനി 1 ഗുണിക്കണം വൈ. അപ്പൊ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു പ്ലസ് വീണ്ടും മൈനസ് ഇട്ടു സമം 560. അപ്പൊ ഈ എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 സമം 560. ഇപ്പൊ എന്ത് കിട്ടിയപ്പോ?
നമുക്ക് അടുത്ത സമവാക്യവുമായി കിട്ടിയത് സമവാക്യം 2. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സമവാക്യം 1ഉം സമവാക്യം 2ഉം ചെയ്യാൻ പോവാണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എക്സും വൈയും മാത്രം കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഒന്നാമത്തെ സമവാക്യവും ഞാൻ രണ്ടാമത്തെ സമവാക്യവും തമ്മിൽ കൂട്ടുകയാണ്. അപ്പൊ ഒന്നാമത്തെ സമവാക്യം എന്ന് പറഞ്ഞാൽ എക്സ് വൈ കുറക്കണം എക്സ് കൂട്ടണം വൈ കുറക്കണം 1 ഇനി രണ്ടാമത്തെ സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ കൂട്ടണം എക്സ് കുറക്കണം വൈ കുറക്കണം 1 സമം. ഒന്നാം സമവാക്യം ഇവിടെ എത്രയായിരുന്നു, 540. രണ്ടാമത്തേതില് 560. അപ്പൊ ഇവിടെ നോക്കുക, പ്ലസ് മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയി, പ്ലസ് വൈയും മൈനസ് വൈയും വെട്ടിപ്പോയി. ബാക്കി എന്തുള്ളൂ, എക്സ് വൈ വർക്കണം 1 കൂട്ടണം എക്സ് വൈ കുറക്കണം 1 1 1 0 0. ഇത് കൂട്ടിക്കഴിഞ്ഞു. അപ്പൊ 2xy കുറക്കണം 2 1 1 0 2 മൈനസ് 2നെ സമത്തിന് അപ്പുറം കൊണ്ടുപോവുക. അപ്പൊ എന്താവും, പ്ലസ് 2 ആയി മാറും. അപ്പൊ എത്ര കിട്ടി, 1 1 0 4 ആയി. അപ്പൊ എക്സ് വൈ സമം 1 1 0 4 ഹരിക്കണം 2. അപ്പൊ എത്ര കിട്ടി, എക്സ് വൈ സമം 551. അപ്പൊ സംഖ്യകളുടെ ഗുണനഫലമാണ് ആര് വന്നത്, 550. അപ്പൊ താഴ്ന്ന് എഴുതുക, സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആണ്. അത് എത്രയാണ്, 551. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പം എന്തെടുത്താൽ മതി, ഞാൻ രണ്ടാമത്തെ സമവാക്യം എടുക്കുകയാണ്. രണ്ടാമത്തെ സമവാക്യം എന്താണ്, എക്സ് വൈ കൂട്ടണം എക്സ് കുറക്കണം വൈ കുറക്കണം 1 സമം 560. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 551 നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. -1 സമം 560. 551 1 കുറച്ചാൽ 550 കൂട്ടണം എക്സ് കുറക്കണം വൈ സമം 560. അപ്പൊ എക്സ് കുറക്കണം വൈ സമം 560 നിന്ന് ആര് കുറക്കുക, 550 കുറച്ച് കഴിഞ്ഞാൽ 10. അപ്പൊ എന്ത് കിട്ടിയപ്പോ അല്ലെ, എക്സ് മൈനസ് വൈ സമം 10 സമവാക്യം 3 ആയി. അപ്പൊ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വ്യത്യാസം കിട്ടിയിരിക്കുന്നത് അല്ലെ, 10 നമുക്ക് കിട്ടിയത്. നമ്മൾ തൊട്ടുമുട്ട് ടെക്സ്റ്റ് ബുക്ക് അല്ലെ, നമ്മളെ വ്യത്യാസങ്ങളുടെ ഗുണനം എന്ന് പഠിച്ചപ്പോ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അതേ സെക്ഷൻ തന്നെ വീണ്ടും കയറി വന്നിട്ടുള്ളത്. ഇനി അടുത്ത മൂന്നാമത്തത് സംഖ്യകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നമ്മളെ സംഖ്യകൾ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, 8ാം ക്ലാസ് ഞാൻ പറഞ്ഞു സർവ്വസമവാക്യങ്ങളിൽ സമവാക്യം ഉണ്ടായിരുന്നു. ആ സമവാക്യം ഉപയോഗിച്ചിട്ട് എക്സ് മൈനസ് വൈ കണ്ടെത്താം. അപ്പൊ എക്സ് മൈനസ് വൈ നമുക്ക് ഓൾറെഡി കൈ കിട്ടിയിട്ടുണ്ട്, നമ്മൾ അന്നൊക്കെ ചെയ്തത്. ഇനി എന്ത് കിട്ടിയാൽ മതി, നമുക്ക് എക്സ് പ്ലസ് വൈ കിട്ടിയാൽ മതി. അതിനും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സമവാക്യം ഉപയോഗിച്ചാൽ മതി. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ അവിടെ 10. നമുക്ക് എക്സ് പ്ലസ് വൈനെ പറ്റി ഒരു ഐഡിയ ഇല്ല. പിന്നെ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 551. 10ന്റെ വർഗം 100. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ 2 2 0 4. അപ്പൊ എക്സ് പ്ലസ് അല്ലെ എന്താണ്, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ സമം എന്ത് ചെയ്താം അല്ലെ, 100 കൂട്ടണം. ഇവിടെ മൈനസ് സമത്തിന് അപ്പുറം പോകുമ്പോ കൂട്ടണായി 2 0 4 ആയി. അപ്പൊ എന്തായി, എക്സ് കൂട്ടണം വൈ ഹോൾ സ്ക്വയർ സമം കൂട്ടിക്കഴിഞ്ഞ 2 3 0 4. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 3 4 സമം എക്സ് പ്ലസ് വൈ സമം എത്രയായിട്ട്, ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 48. ഇതിന് സമവാക്യം 4. അപ്പൊ എന്ത് കിട്ടി, സംഖ്യകൾ തമ്മിലുള്ള തുക എന്ന് പറഞ്ഞാൽ അല്ലെ 48. നമുക്ക് എക്സും വൈ കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ രണ്ട് സമവാക്യങ്ങൾ, ഏത് സമവാക്യം 3 എന്ന് പറഞ്ഞാൽ ആരേന്, എക്സ് കുറക്കണം വൈ സമം 10. ഇതിന്റെ സമവാക്യം 3. എക്സ് കൂട്ടണം വൈ എന്ന് പറഞ്ഞാൽ 48 സമവാക്യം 4 അല്ലെ. ഇനി എന്ത് ചെയ്യാ, സമവാക്യം 3ഉം സമവാക്യം 4ഉം കൂട്ടുക. അപ്പൊ 2x കൂട്ടണം 58. എക്സ് സമം 58/2 എന്ന് പറഞ്ഞാൽ 29. അപ്പൊ എക്സ് സമം 29 ഞാൻ സമവാക്യം 4ലേക്ക് കൊടുക്കുകയാണ്. എക്സ് പ്ലസ് വൈ സമം 4. 29 കൂട്ടണം വൈ സമം 48. വൈ സമം 48 കുറക്കണം 29 എന്ന് പറഞ്ഞാൽ 19. അപ്പൊ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 29ഉം ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ
19 ആണ്. അപ്പൊ വലിയ സംഖ്യ സമം എത്രയാണ്? 29. ചെറിയ സംഖ്യ സമം 19. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ? ഒരു ചതുരത്തിന്റെ നീളം 3 സെന്റിമീറ്റർ കൂടിയതും വീതി 2 മീറ്റർ കുറയുകയും ചെയ്താൽ പരപ്പളവ് 10 ചതുരശ്ര മീറ്റർ കുറയും. നീളം 2 മീറ്റർ കുറയുകയും വീതി 3 മീറ്റർ കൂടുകയും ചെയ്താൽ പരപ്പളവ് 30 ചതുരശ്ര മീറ്റർ കൂടും. ചതുരത്തിന് നീളവും വീതിയും കണക്കാക്കുക. അപ്പൊ ഇവിടെ ചതുരമുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? നീളവും വീതിയെ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ ചതുരത്തിന്റെ നീളത്തെ ഞാൻ എക്സ് എന്ന് എടുത്തു, വീതിയെ വൈ എടുത്തു. ഇനി ഒന്നാമത്തെ വരി എന്താ അല്ലെ? ചതുരത്തിന്റെ നീളം 3 മീറ്റർ കൂടുകയും, അപ്പൊ എന്താണ് കൂടുക എന്ന് അറിയുമ്പോ നീളത്തെ കൂടി എന്ത് കൂട്ടി? 3 കൂട്ടി. അപ്പൊ എക്സ് പ്ലസ് 3. വീതി എന്ന് പറഞ്ഞാൽ എത്ര കുറയുന്നുണ്ട് അല്ലെ? 2 മീറ്റർ കുറയുന്നു എന്നാണ്. അപ്പൊ വൈ മൈനസ് 2 ആക്കി വീതിയെ. ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് അല്ലെ എത്ര കുറയും എന്ന് പറയുന്നത്. എത്ര കുറയുന്ന പരപ്പളവുമായിട്ട്? നമുക്കറിയാം പരപ്പളവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ ഗുണിക്കണം? എക്സ് പ്ലസ് 3ഉം വൈ മൈനസ് 2 തമ്മിൽ ഗുണിക്കണം പരപ്പളവിന്. അത് ആരുമായിട്ട് കുറയും എന്ന് പറഞ്ഞു അല്ലെ? 10ഉമായിട്ട് കുറയും. അപ്പൊ എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 2 സമം എക്സ് വൈ കുറക്കണം 10 എന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ എക്സ് പ്ലസ് 3 ഗുണിക്കണം വൈ മൈനസ് 2 സമം എക്സ് വൈ കുറക്കണം 10. തൊട്ട് മുമ്പ് ചെയ്ത അതേ രൂപത്തിലേക്ക് വന്നു. ഇനി ഗുണിക്കുക. എക്സ് ഇൻറ്റു വൈ അല്ലെ? എക്സ് ഇൻറ്റു 2. ഇനി നോക്കുക, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. അടുത്ത് 3 ഇൻറ്റു വൈ, 3 ഇൻറ്റു 2 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് സമം എക്സ് വൈ കുറക്കണം 10. അപ്പൊ എക്സ് വൈ മൈനസ് 2x പ്ലസ് 3y മൈനസ് 6 സമം എക്സ് വൈ കുറക്കണം 10. ഞാൻ എന്ത് ചെയ്യാണ്? ഈ എക്സ് വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, 6നെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ എക്സ് വൈ കുറക്കണം 2x കൂട്ടണം 3y അല്ലെ? കുറക്കണം എക്സ് വൈ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി, മൈനസ് 10 ആയി. ഇവിടെ മൈനസ് 6 ഉണ്ട്, സമത്തിന് അപ്പുറം പ്ലസ് 6 ആയി. ഇവിടെ പ്ലസ് എക്സ് വൈ ഉണ്ട്, ഇവിടെ മൈനസ് എക്സ് വൈ. രണ്ടും വെട്ടിപ്പോയി. ബാക്കി എന്താ? 2x മൈനസ് 2x 3y സമം 10 6 പോയാൽ മൈനസ് 4 ആണ്. ഇതിനെ ഞാൻ സമവാക്യം 1 ആക്കി കൊടുത്തു. ഇനി അടുത്ത നമ്മൾ പറഞ്ഞിരിക്കണം എന്താ ക്വസ്റ്റ്യനില്? നീളം എന്ന് പറഞ്ഞാൽ 2 മീറ്റർ കുറയും. നീളത്തെ നമ്മൾ എക്സ് കൊടുത്തു, അപ്പൊ എക്സ് മൈനസ് 2. വീതി എന്ന് പറഞ്ഞാൽ 3 കൂടും, വൈ പ്ലസ് 3. ഇനി എന്താ പറഞ്ഞത്? നമ്മുടെ പരപ്പളവ് 30 ചതുരശ്ര മീറ്റർ കൂടുന്ന പറഞ്ഞത്. അപ്പൊ നമുക്ക് പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? എക്സ് മൈനസ് 2ഉം വൈ പ്ലസ് 3ഉം തമ്മിൽ പരപ്പളവ് അത് എത്ര കൂടും? സാധാരണ പരപ്പളവിനേക്കാൾ 30 കൂടും. അപ്പൊ എക്സ് മൈനസ് 2 ഗുണിക്കണം വൈ പ്ലസ് 2 സമം എക്സ് വൈ കൂട്ടണം 30 എന്ന് വരും. ഇനി ഇത് ഗുണിക്കുക. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ, എക്സ് ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3x. ഇനി 2 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 2y, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 2 ഇൻറ്റു 3 6 സമം എക്സ് വൈ കൂട്ടണം 30. ഇനി ഇവിടെ പ്ലസ് എക്സ് വൈ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എക്സ് വൈ കൂട്ടണം 3x മൈനസ് 2y മൈനസ് എക്സ് വൈ 30. ഇവിടെ മൈനസ് 6 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 6 ആയി മാറി. ഇവിടെ പ്ലസ് എക്സ് വൈയും മൈനസ് എക്സ് വൈയും വെട്ടിപ്പോയി. അപ്പൊ 3x കുറക്കണം 2y 30 കൂടി 6 കൂട്ടിയാൽ 36. ഇതിന്റെ സമവാക്യം 2 ആക്കി. അപ്പൊ എന്ത് കിട്ടിയപ്പോ നമുക്ക്? സമവാക്യം 1 ആണ്. ഒന്നാമത്തെ നമ്മുടെ എഴുതിയേക്കാണ് 2x കൂട്ടണം 3y സമം മൈനസ് 4. ഇതിന് സമവാക്യം 1. പിന്നെ രണ്ടാമത്തെ സമവാക്യം 3x കുറക്കണം 2y സമം 36. നമുക്കിതിന് ഇനി എക്സും വൈനും വില കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിനെ കുറക്കുകയോ കൂട്ടുകയോ ചെയ്താൽ നമുക്ക് എക്സും വൈയും കിട്ടണം. അപ്പൊ അതിനു വേണ്ടി ഇവിടെ നോക്ക്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ ഇതിനെ തുല്യാക്കണം. അപ്പൊ ഒന്നാമത്തെ സമവാക്യത്തെ ഞാൻ 3 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ മൈനസ് 6x പ്ലസ് 9y
സമം -12 സമവാക്യം 3 അല്ലെ നമ്മള് അല്ലെ ഒന്നാമത്തെ ചാപ്റ്റർ സർവ്വസമവാക്യങ്ങള് സമവാക്യ ജോഡികൾ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇക്കൊല്ലത്തെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇതേ രീതി ചെയ്തിട്ടുണ്ട്. കാരണം ഇത് രണ്ടും തുല്യാക്കണം അല്ലെങ്കിൽ ഇതിനെ രണ്ടിനും തുല്യാക്കണം. ഞാൻ ഇവിടെ എക്സിന്റെ ഭാഗത്താണ് തുല്യാക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു. ഇനി ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എന്താവും? 6x - 4x സമം 72 സമവാക്യം 4 കൊടുത്തു. ഇനി എന്ത് ചെയ്യാ? സമവാക്യം 3ഉം സമവാക്യം 4ഉം എടുത്ത് എഴുതി. -6x + 9y സമം -12 ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി. +6x - 4y സമം 72 സമവാക്യം 4. ഇവിടെ നോക്കുക, പ്ലസും മൈനസും ആണ് കിടക്കുന്നത്. അപ്പൊ സമവാക്യം 3നെ സമവാക്യം 4 കൂട്ടിയാൽ മതി. അപ്പൊ 9y കുറക്കണം 4y സമം -12 കൂടി 72 കൂട്ടുക. അപ്പൊ 5y സമം 72 12 പോയാൽ 60. അപ്പൊ y സമം എന്തായി? 60/5 എന്ന് പറഞ്ഞാൽ 12. അപ്പൊ y സമം 12 ഞാൻ എന്തിൽ കൊടുക്കുകയാണ്? ഒന്നാമത്തെ സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ -2x + 3y സമം -4. അപ്പൊ -2x 3 × 12 സമം -4. -2x + 36 സമം -4. -2x സമം -4 - 36. ഇവിടെ +36 സമത്തിന് അപ്പുറം പോകുമ്പോ എന്തായി? മൈനസ് ആയി. അപ്പൊ -2x സമം -40 ആയി. അപ്പൊ x സമം 40/2 ആയി അല്ലെ? രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്. അപ്പൊ x ആ മൈനസും മൈനസും വെട്ടിപ്പോയി. പ്ലസ് എന്തായി? 40/2 എന്ന് പറഞ്ഞാൽ 20 ആയി മാറി. അപ്പൊ എന്ത് കിട്ടി? നീളം സമം x സമം 20. വീതി എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 12 ആണ് കിട്ടിയത്. നമ്മൾ കാണാൻ പറഞ്ഞത് നീളവും വീതിയായിരുന്നു. അത് നമ്മൾ ആ ചതുരത്തിന്റെ നീളവും വീതിയും കണ്ടെത്തി. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം തന്നെ നമ്മളെ ഗുണിത സമവാക്യങ്ങൾ എന്ന പാഠവും എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി.